ഹായ് ഫ്രണ്ട്സ്. അപ്പം എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു സാധനം കഴിക്കണം എന്തായിരിക്കും അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാനായിട്ട് ഒരു വലിയ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം എന്താണ് ഐറ്റം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഗ്വാക്വാമോളി. അപ്പം അതിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം ഒന്ന് കഴിച്ചു നോക്കണമല്ലോ എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് വിചാരിച്ചു അത് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ചാലോ എന്ന്, നമ്മുടെ സ്വന്തം രീതിയിൽ. അപ്പം അറിയാലോ കൊള്ളാവോ ഇല്ലയോ എന്ന്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഇതേപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് കുനുകുനാന്നരിഞ്ഞ സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുനുകുനാന്നരിഞ്ഞ തക്കാളി വേണം, അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റാരും ചേർക്കുന്ന കണ്ടില്ല, എന്നാലും ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുനുകുനാന്നരിഞ്ഞ ക്യാരറ്റും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് കുനുകുനാന്നരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള നമ്മുടെ അവക്കാഡോ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ അവക്കാഡോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അവക്കാഡോ ഈ ഒരു വെജിറ്റബിൾസിനകത്തൊക്കെ തന്നെ ഇട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഞാൻ വേറെ പാത്രത്തിൽ ഉടച്ചിട്ടല്ല, അതിലേക്കല്ല ഞാൻ വെജിറ്റബിൾസ് ചേർക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഉടച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി നമ്മുടെ സവാളയൊക്കെ കൂട്ടത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞും കൂടി കിട്ടും. അപ്പം അതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. നമുക്ക് ഈ സ്പൂൺ അങ്ങ് മാറ്റാം. ഇളക്കാൻ ഭയങ്കര പാട്, ഉടയ്ക്കുന്ന ഒരു ജോലിയായിരുന്നു പുള്ളിയുടേത്. അത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ സ്പൂണിലേക്ക് മാറാം. ഓക്കെ, അപ്പോൾ ഇതാ ചെറിയ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാരങ്ങ നീരാണ്. എൻ്റെ കയ്യിൽ നാരങ്ങ നീര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വിനിഗർ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വളരെ കുറഞ്ഞ അളവിൽ. അതും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്വാക്വാമോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞും കൂടി തരണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇത് കഴിക്കാനായിട്ട് ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. പാനിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബ്രെഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്വാക്വാമോളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്തല്ല, നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പറയുമ്പോൾ എല്ലാം തെറ്റിപ്പോന്ന്. നമ്മുടെ ഗ്വാക്വാമോളി എല്ലാം എന്താ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്, കഴിച്ചിട്ട് അഭിപ്രായം ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഗ്വാക്വാമോളി എല്ലാം ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇനി ഞാനിത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ശരിക്കും ഞാൻ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, വെറുതെ പറയല്ല. വളരെ ടേസ്റ്റിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര നല്ല രുചി തന്നെയാണ്. മെക്സിക്കൻസിൻ്റെ അവക്കാഡോ ചമ്മന്തി എന്നാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഞാൻ അമ്മയ്ക്കും കൊടുത്തു, അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, സൂപ്പറാണ്.